ഹലോ നമസ്കാരം. ധാരാസൗണ്ടർ കിച്ചണിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്നൊരു ബീഫിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്കിവിടെ ഇന്ന് ബീഫ് ഇങ്ങനത്തെ ബീഫാണ് കിട്ടിയേക്കണത്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ പാക്കറ്റിൽ പ്ലാസ്റ്റിക് കവർ കൊണ്ട് കോട്ട് ചെയ്തിട്ട് വന്നതാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ നാട്ടിലൊക്കെ ഉള്ള പോലെ വേറെ വേസ്റ്റ് കഷ്ണങ്ങളോ ചവോ അതൊന്നും ഉണ്ടാവാറില്ല. നല്ല തുണ്ടായിട്ടുള്ള കഷ്ണങ്ങളാണ്. പിന്നെ നെയ്യ് വളരെ കുറവായിരിക്കും മാത്രം. പക്ഷേ ഇത് നല്ല കഷ്ണങ്ങളാണ്, നല്ല പീസായിട്ടുള്ള നല്ല നല്ല കഷ്ണങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബീഫ് അച്ചാറൊക്കെ ഇടാൻ പറ്റിയ ബീഫാണ്. അച്ചാറല്ലെങ്കിൽ ബീഫ് ബിന്ദാലു, ചാപ്സ് എന്നൊക്കെ പറയും, അതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കഷ്ണങ്ങളാണിത് ഇവിടെ കിട്ടണത്. അല്ലാതെ നമുക്ക് കിട്ടും. അത് ഇങ്ങനെ ബീഫൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണ കടകളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ബീഫ് കിട്ടും. അപ്പോൾ ഈ ബീഫും ഇത് നല്ല കട്ട് ചെയ്ത നല്ല നല്ല കഷ്ണങ്ങളാണ്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് കഴുകി 3-4 പ്രാവശ്യം കഴുകി എടുത്ത് വെച്ചേക്കണതാണ്. അപ്പോൾ നമുക്കതിലേക്ക് കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി ഒരു വലിയ സവാളയും ഒരു വലിയ കഷ്ണം ഇഞ്ചി 3-5-6 പച്ചമുളകും കൂടി എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് അരിഞ്ഞ് കുക്കറിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറിവേപ്പില കിട്ടാത്ത കാരണം അത് ഇല്ല. അപ്പോൾ നമുക്ക് ആ ഇറച്ചിയും കൂടിയും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പൊടികൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കട്ട പിടിച്ചിരിക്കണ കാരണം അങ്ങനെ തന്നെയാണ് ഇട്ടേക്കണത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാൻ കൈ കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കായിട്ടാണ് വയ്ക്കണത്. ബീഫും കായാണ് ഇന്ന് വയ്ക്കണത്. അപ്പോൾ ചെറിയൊരു ഗ്രേവിയോടുകൂടിയാണ് ഞാനിത് വെക്കണത്. ഉച്ചക്ക് ലഞ്ചിന് ചോറിന് കൂട്ടാനും പിന്നെ രാത്രി ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ ടൈപ്പിലാണ് ഇന്ന് കറി വയ്ക്കണത്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ 3 ഹൈ ഫ്ലെയിമിൽ വിസിൽ കേൾപ്പിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ട്, ഇവിടുത്തെ ബീഫിന് ഭയങ്കര വേവൊന്നുമില്ല. 5-6 വിസിലൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് 3 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കായ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പും കൂടി ഇട്ടിട്ട് അതിൻ്റെ കറ കുറച്ചൊന്ന് പോയതിന് ശേഷം കഴുകിയെടുത്തിട്ടുണ്ട്. കായ അങ്ങനത്തെ 2 വലിയ കായയും ആണ്, പിന്നെ പകുതി കായയും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കണത്. അപ്പോൾ നമുക്കത് ബീഫിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒരു വിസിൽ കേട്ടാൽ മതി. വിസിൽ കുറച്ച് കളഞ്ഞാലും കുഴപ്പമില്ല. ഇവിടുത്തെ ഇറച്ചിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കായയും പെട്ടെന്ന് വേഗണ ടൈപ്പിലെ കായാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വിസിൽ കേട്ടിട്ട് ആ വിസിൽ പകുതി കുറച്ച് വിസിൽ കളയാൻ വേണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെന്തുടയും. അപ്പോൾ ഞാൻ പിന്നെ ഇതിന് നമുക്ക് താളിച്ചിടാൻ വേണ്ടി ഒരു വലിയ സവാളയും കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും കൂടി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വലിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഈ സവാളയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അതൊന്ന് വാടി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ തേങ്ങ വറുത്തൊക്കെ അരയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ തേങ്ങ ഒന്നും വറുത്തരയ്ക്കാനുള്ള ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടുതൽ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി മാത്രം ചേർത്ത് കൊടുക്കണുള്ളൂ. എന്നിട്ട് അതൊന്ന് പൊടികളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ചെറുതീയിലിട്ടിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബീഫും കായയും കൂടി വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതീയിലിട്ട് കുറച്ച് നേരം കൂടിയും അടപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബീഫും കായയും വെച്ചത് റെഡിയാണ്. ഇപ്പോൾ ചെറിയ ഗ്രേവിയോടുകൂടിയാണ് എടുത്തേക്കണത്, ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ പാകത്തിന്. നല്ല അടിപൊളി കറിയാണ്. അപ്പം നിങ്ങൾ ബീഫൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ കായ ഇട്ടൊന്ന് വെച്ച് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. നെയ്യുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ കുറേ ദിവസമായി, 1 മാസത്തോളമായി. അപ്പോൾ എല്ലാവരുടെയും തിരക്കായ കാരണമാണ് വീഡിയോ ഇടാൻ സമയം കിട്ടാതിരുന്നത്. അപ്പോൾ എല്ലാവരും നന്ദി.